ഇതെന്താടാ വരാത്തെ? ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ചലഞ്ച് ആണ് മുട്ടയെ കൊണ്ടുള്ള പരീക്ഷണം. പരീക്ഷണം ഇതെങ്ങനെ കളിക്കാന്ന് വെച്ചാല്, കണ്ണു തൊട്ട ഈ മുട്ട ഗ്ലാസ്സിൽ പൊട്ടിച്ചൊഴിച്ച് ഓംപ്ലേറ്റ് ആക്കുന്ന പോലെ മിക്സ് ആക്കി ഇവിടെ വെക്കുക. എല്ലാരും ആക്കിയതിനു ശേഷം പിന്നെ ഇത് കണ്ണ് കെട്ടിയിട്ട് ഓംപ്ലേറ്റ് ആക്കി എടുക്കണം, കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഓംപ്ലേറ്റിനുള്ള മിക്സ് ആക്കി വെക്കാം ഗൈസ്. അപ്പൊ കണ്ണ് കെട്ടാൻ പോവാണ് ഫസ്റ്റ് അമ്മ. ഇത് കൊലച്ചതി പോലെ ഇരുന്നുള്ള കുറച്ചാണ്. കാണുന്നില്ലല്ലോ, ഇതെത്രയാ? കാണുന്നില്ല. അപ്പൊ അമ്മേന്റെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി എടുത്ത്. ചിലർ കുരുമുളക് പൊടിയാണ്, പക്ഷെ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്ത്. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ആയുധം കൈ കൊടുക്കട്ടെ. പിടിച്ചോ, മുട്ട ഇതാ. മുട്ടയിൽ തപ്പി എടുത്തോട്ടെ. തപ്പി എടുത്തോ. ഇത് കുറച്ചതിയായി. ഇത് മുട്ട ഉള്ളി ആദിക്ക് കൊടുക്കണം. ഉള്ളി അടിയല്ലേ? ഉള്ളി കുറയൊന്നും വേണ്ടല്ലോ, കുറച്ച് പോരാ? വേണ്ട, ആവശ്യത്തിന് നമുക്ക് എത്രയാണ് ആവശ്യം അത് അരിഞ്ഞില്ല. പച്ചമുളക് കൊടുക്കണോ? പച്ചമുളക് എടുക്കണം. മുട്ട പൊട്ടിക്കുമ്പോ താഴെ ഇല്ല, മുട്ട പൊട്ടിക്ക് നമ്മള് സ്ഥാനം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഒരു ഏഴിലെങ്ങ് പൊട്ടില്ല. സ്ഥാനം ഒന്നും പറഞ്ഞു കൊടുക്കരുത്. സ്ഥാനം പറഞ്ഞ അതിന്റെ ഒരു ഇത് ഉണ്ടാവില്ല. ഇവളെ കൊണ്ട് തക്കിപ്പിക്കും താഴെ വീട്. ആവശ്യത്തിന് പോരാ? ഓരോ ഓംപ്ലേറ്റിന് പോരാ, എത്ര മതി തോന്നുന്നല്ലേ? അയ്യോ, ഗ്ലാസ് തന്നെ ഓംപ്ലേറ്റ് ആവണം. ഗ്ലാസ് തന്നെ വീഴുന്ന അല്ല, നിലത്താ. ലാസ്റ്റ് കണ്ണ് പിന്നെ തുണി ഊരിയ ദേശം കണ്ടാല് എന്റെ വിഷ ആ ഗ്ലാസ്സിലേ. പുറത്തുനിന്ന് എടുത്തിട്ട് ആത്തിടാവാ? ഇല്ല, അത്യാവശ്യത്തിന് വേണ്ടിട്ടുണ്ടല്ലേ. ഇത് വല്ലാത്ത പച്ചമുളക്. നിങ്ങളെ ശ്രദ്ധിക്കണം, എനിക്ക് ഞമ്മക്കുള്ള ശീലമുള്ളതാ. കൈ മുറിച്ചിട്ട് നാളെ ഗെയിമിനെ കൊടുത്താൽ നോനോ നോ 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 നോ. ആ ഗെയിം പോലെ പച്ചമുളക് കണ്ണൂര് പവറും തുള്ളിയില്. മുട്ട പൊട്ടിക്കാൻ പോവാണ്. വേണ്ട, ഉള്ളില് വീഴ്ത്തിട്ട് അടുത്ത. അയ്യോ, മഞ്ഞൾ ഏതാ, ഉപ്പ് ഏതാ? പഠിച്ചവനെ കയ്യിനെ കൊണ്ട് തൊടണ. ഇല്ല, എടുത്തു. അതന്നെ, ഉപ്പ്. സ്പൂണടെ? സ്പൂണ് തപ്പി നോക്ക. സ്പൂണിന്റെ ഉണ്ട്. അവിടെയല്ല. ഉള്ളിന്റെ പവർ. താങ്ക് യു. അങ്ങനത്തെ പോയിക്കോ. അതാ ഇല്ല, ഇത് ഉപ്പല്ലേ പഠിച്ചവനെ? ഒരു കോഴി ഞാൻ ഉണ്ടാ. ഏത് ക്ലാസ്സിലാ ഞാൻ എടുത്തെന്ന് നോക്കണ്ടേ, അറിയട്ടെ. ഇതിലെന്നെ ടേസ്റ്റ് നോക്കാൻ അറിയാം ഉപ്പുണ്ടോ ഇല്ലയത്. മഞ്ഞള് ഇത് കണ്ണ് കെട്ടി. ഇതൊരു തൊട്ടാ മതി. ഓക്കെ, ഇതെല്ലാണോ എൻ്റെ ഗ്ലാസ്? ഇതാണോ എൻ്റെ ഗ്ലാസ്? ഇതാണ് എൻ്റെ ഗ്ലാസ്. പഠിച്ചവനെ, ഇതിനകത്തെല്ലാം ആയില്ലേ? നിർത്താനാ? ആയി നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇത് ഓംപ്ലേറ്റിനുള്ള ഏകദേശം പരുവത്തിലായി എന്നുള്ള ഒരു വിശ്വാസം. ഓക്കെ, ഇനി ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റൂല. ഇനി നമുക്ക് ഓംപ്ലേറ്റ് ആക്കി തിന്നുമ്പോ നമുക്ക് അതിനകത്ത് ഉപ്പുണ്ടോ മഞ്ഞളുണ്ടോ എന്നൊക്കെ. ഓക്കെ, ഇനി നമുക്ക് കണ്ണ് കഴിക്കാം. ഓക്കെ, കുറച്ച് ഉള്ളി താഴെ പോയി. എന്റെ മുട്ട ഇതിനകത്തായി. മുട്ട ഇതിനകത്തായിട്ടുണ്ട്. അടുത്തത്
എൻ്റെ ഓക്കെ. ഞാൻ ചെയ്യുമ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചോ, കാരണം ഇപ്പൊ എനിക്കറിയാലോ. അധികം മുറുക്കണ്ട കേട്ടോ. എത്രയാ? 10. ശരിയേ. സ്പൂൺ എടുത്ത് ഇവിടെ വെക്കട്ടെ. ആ റെഡി. ഓക്കെ. ഫസ്റ്റ് എന്തേലും ഉള്ളി അല്ലേ? യെസ്. ഗ്ലാസ് എടുക്കട്ടെ. ഓക്കെ. തപ്പുന്നോ? അല്ലാണ് ഞാൻ ഉള്ളി എങ്ങനെ കണ്ടുപിടിക്കുക? ആ കത്തിയുടെ അതന്നെയാ. ഇതല്ല, നീ കത്തി അടക്കം എടുത്ത് മാറ്റിയെന്ന് അറിയില്ല. കത്തിയല്ല അടുത്തിട്ടുണ്ട്. മുട്ടെല്ലാം കൂടെ മാറ്റി വെച്ച് തട്ടിയിടും. കുറച്ച് മുമ്പോട്ട് കത്തി, കുറച്ച് ബാക്കോട്ട്, കുറച്ച് ബാക്കോട്ട്. അതന്നെ സാം. ഓക്കെ. അതിൻ്റെ ബാക്കോട്ട്, അതിൻ്റെ കുറച്ച് അതന്നെ. ആ കത്തി തിരിച്ചു. ശരാ പുറത്താൻ തോന്നില്ല. എനിക്കിങ്ങനെ സ്കില്ലില്ല മുറിക്കണ്ട. എനിക്ക് ഇച്ചിരി ഉള്ളി ഇച്ചിരി കൂടുതലുള്ളത് ഇഷ്ടം. ഉള്ളി മൊത്തം ആടുന്ന താഴെ പോയത്. അയ്യോ. പിന്നെ അടുത്തത് പച്ചമുളക്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. പച്ചമുളക് വേണ്ട. ഇനി അടുത്ത മുട്ട. അത് മുട്ടയല്ല. ഇതിന് മുട്ടയെല്ലാം ഉണ്ട്. മുട്ടയാണ്. തോടായിട്ട് പൊടിഞ്ഞു വീഴും. എന്റെ ഏച്ചി താഴേക്കാ ഇടുന്നത്. താഴെ പോയ പോണേ താഴെ പോയത്. ഇതെന്താ മഴ? മുട്ട ഇട്ട്. ഇനി അടുത്തത് ഉപ്പിടണം. ഉപ്പിട്ടില്ലേ? ഉപ്പിട്ടിട്ടില്ല. ഇട്ടില്ലല്ലോ. അത്രയ്ക്ക് എനിക്ക് ഓർമ്മയില്ലാന്ന് വിചാരിക്കാം. തുടര് ഉപ്പ് തുടര്. ശരി. അപ്പൊ ഇത് ഉപ്പാണെങ്കിൽ തൊടൂല. ഓക്കെ. സൂപ്പർ. ഉപ്പാണോ? ആ ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്മ തൊട്ടിന്. അത് ഗ്ലാസ് തൊട്ടോ? അല്ലല്ല, ഇത് ഉപ്പാണെങ്കിൽ എനിക്ക് തൊടണ്ടേ? ഇല്ല, ഉപ്പാണല്ലോ. ആ ഉപ്പാണല്ലോ. ഇത് ഉപ്പല്ല. നയിച്ചതി എന്നോട് കണ്ടേന്. അതല്ല അടക്കണ. എനിക്ക് ശരിയാക്കി തരാം. നീ ഇവിടെ ഉണ്ടാവുമല്ലോ. അടുത്ത അങ്ങനെ തൊട്ട് നോക്കറ എല്ലാം കൂടിയിട്ട് ഇങ്ങ് വരണ്ടേ? കൊറേ ഇഷ്ടം പോലെ ഉണ്ട്. ഉപ്പൊക്കെ നല്ലോണം അടിയട്ടെ. പകുതിമുക്കാൽ പുറത്ത് പോരാ. ഓക്കെ, എന്റേതായിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണു തുറന്ന് നോക്കട്ടെ. അയച്ചോളൂ. സായിക്കോലം പോലെ ആക്കിട്ടതാ. ഇനി അടുത്തത് ഇങ്ങനെ. എനിക്ക് ഉള്ളി മുറിക്കാൻ അറിയില്ല കൈ. അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ചെയ്തേ പറ്റൂ. 5. അടി കള്ളത്തി കണ്ണുണ്ടല്ലേ. ഇതെത്രയാ? 3. ഇതെത്രയാ? 1. അടി കള്ളത്തി. മൂത്ത കാണുന്നില്ല. മൂത്ത ഗസ്. ഇതെത്രയാ? 10. ഓക്കെ ഓക്കെ, ഞാൻ ആക്കട്ടെ. ആക്ക മുട്ടി. ഗ്ലാസ് എല്ലാം എടുത്തോ. മുട്ടയല്ലേ വേണ്ടത്? മുട്ടയും കിട്ടി. ഇനി കത്തി വേണല്ലോ. കത്തി എവിടെ ഉണ്ടെന്നെങ്കിലും പറയാ. ഇല്ല ഇല്ല, ഞാൻ എനിക്ക് ക്ലൂ തന്നില്ല. മുന്നോട്ട് കണ്ടില്ലേ മഞ്ഞപ്പൊടി? മുന്നോട്ട് കുറച്ച് മുന്നോട്ട്. യെസ് കറക്റ്റ്. എന്താണ് നീ ഫസ്റ്റ് മുട്ട പൊട്ടിക്കുന്നത്? മുട്ട വെച്ചാണ് അതിന് വേണ്ട. അല്ല എന്ത് നിങ്ങൾ ഏല് പോലെ ചോദിച്ചതേ ഉള്ളു. നിങ്ങൾ ഏല് എങ്ങനെയാണോ അത്? നിലത്ത് നിലത്ത് അടുത്തുണ്ടാവൂല. അധികം കളിക്കണ്ട. സ്കില്ല് വേണം. സ്കില്ല്. ഉള്ളി ഒന്ന് അരിഞ്ഞു കാണിക്കേ. സിമ്പിൾ. ഇതുപ്പല്ലേ
ഇല്ലല്ല അത് ഉപ്പ എന്നാലും പറഞ്ഞു എന്നോട്. ഉപ്പല്ല ഉള്ളി എടുക്ക ഉള്ളി മാറ്റിനാ ഇന്നോ മാറ്റുന്നല്ലോ. ഇനി മാറ്റാണ്ട് ഇതിനൊക്കെ സിമ്പിൾ ആക്കി തരാം. ഉള്ളി ഇങ്ങനെ കൊടുക്കുക എങ്ങനെ കൊടുക്കട്ടെ. ഓക്കെ. നേരത്തൊക്കെ ഇടുന്നത് ഏതാ വല്ലപ്പോഴും അടുക്കളയിൽ കയറിയിട്ട് വല്ലതും ചെയ്യണം. പറ്റില്ല, ഒരു പണി എടുക്കൂല. ഉള്ളിയല്ല തോലിക്കുന്ന ഷേപ്പ് പോക്ക്. ഇങ്ങനെ ഇറച്ചി മുറിക്കുന്ന ഉള്ളിന്റെ ഒക്കെ വലിപ്പം. ഇത് ഓംപ്ലേറ്റ് അല്ല, മുട്ടക്കറി നേട്ടം പറയാം. സാമ്പാറിന്റെ കഷ്ണം മുറിച്ചിട്ട് നടക്കാൻ മുറിച്ചെടുത്ത്. ഈ ഓംപ്ലേറ്റ് ആയിരുന്നില്ല, എന്റെ ഓംപ്ലേറ്റ് കറക്റ്റ് ഓർമ്മ വൃത്തിയില്ലാത്ത ഓംപ്ലേറ്റ് ആയിരിക്കും. ഓക്കെ. അടുത്തത് ഉപ്പും മഞ്ഞളും പച്ചമുളക്. പച്ചമുളക് പച്ചമുളക് എന്താണ്? അപ്പൊ അതൊന്നും പറ്റില്ല. ഞാൻ ഒരു തൊടണോ? പച്ചമുളക് ഇടുക. നിനക്ക് വേണ്ട രീതിയിൽ നീ അരിഞ്ഞിടുക. ഈ ഭാഗല്ലേ മൂത്ത എല്ലടി കളത്തി. കൂടെ കളിക്കുന്നതിന് വിശ്വാസമില്ലാത്തൊരു സാധനം. ഇത്രക്കാരും വേണ്ടേ? ഓക്കെ. അത് ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പോരാ, മുഴുവന് തിന്നണം. അതൊന്നും പറ്റൂല. ഉപ്പും മഞ്ഞളും. മുട്ടയില്ലേ ഇത് പൊട്ടി തീർത്ത? വലത്തോട്ട്, മുന്നോട്ട്, വലത്തോട്ട്. വലത്തേതാ പൊട്ടത്തി? ഇനി ആരും ഒന്നും പറയല, എടുക്കട്ടെ. മഞ്ഞള്. ഇത് ഉള്ളിന്റെ പത്രം. ഇത് ഉപ്പായിരിക്കും. തൊടരുത്, കൈ കൊണ്ട് തൊട്ടിട്ടില്ലേ? പാത്രത്തിനുള്ളിൽ കൈ തൊടരുത്. ഓക്കെ ഓക്കെ. ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞപ്പൊടിയാണ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായോ? സ്കിന്നില് വേണം. പാത്രമെല്ലാം കേട്ടായിരിക്കും. അവളെടുക്കട്ടെ. കുറച്ച് തോനെ വരിക്കും. അത് ഉരുട്ടിയിട്ട് ഇവള് ഈ സൗണ്ട് വെച്ചിട്ടാ ഇവള് മഞ്ഞപ്പൊടിയാണോ ഉപ്പാണോ തിരിയുന്നത്. ഉപ്പൊന്നും ഉണ്ടാവില്ല ഇതിന്റെ ചേട്ടാ. ഇങ്ങനെ ആക്കുന്നതിന് ഒരു കണക്കുണ്ട്. കണക്ക് ഇപ്പൊ തട്ടി മറിക്കണ്ട. കണക്കുണ്ട്. എന്നാറ്റം കയ്യോ ഇങ്ങനെ ഇളക്കിയിട്ട് വൃത്തി അകത്തല്ലേ, പുറത്തേനും വൃത്തി വേണ്ടേ. കണ്ണം നയിച്ചിട്ട് വൃത്തിയൊന്ന് കാണിച്ചു കൊടുക്ക. കൈ എന്തെങ്കിലും വീണാ? മഞ്ഞപ്പൊടിക്കൊക്കെ എന്താ കളറ്? വീണതാ? ഈ മണ്ണുള്ള ഇതെല്ലാം നിങ്ങളതാ? അല്ല, ഈ പച്ചമുളകിന്റെ എനിക്ക് വെളിങ്ങനെ ഇട്ടിട്ടാ ഇഷ്ടം കേട്ടോ. ആശാന് തെറ്റിയല്ലേ ഒരെന്നാ പറയാ, ഒരു പച്ചമുളകിന്റെ കനം. ഇത് അങ്ങനെ തന്നെ തിന്നണം. അതാണ്. അപ്പൊ നമ്മുടെ ഓംപ്ലേറ്റ് ഇട റെഡി. നല്ലത് ഇത്തിരി എന്തായാലും നിങ്ങൾക്ക് വൃത്തി തോന്നുന്നത് അതൊക്കെ. അപ്പൊ ഈ റൗണ്ട് കഴിഞ്ഞ അടുത്ത റൗണ്ട് എന്ന് വെച്ചാൽ ഈ കണ്ണ് കെട്ടിട്ട് തന്നെ ഓംപ്ലേറ്റ് ആക്കാം. ഗ്യാസ് ഓൺ ആക്കി കൊടുക്കും. അത് നമുക്ക് ഇച്ചിരി ദയ തോന്നിയിട്ട് ഓണാക്കി കൊടുക്കാം. പൊട്ടിത്തെറിക്കാൻ കഴിയാത്തോണ്ട് ഇടയ്ക്കും കൊണ്ട് വേണമെങ്കിൽ സേഫ്റ്റിയാണ് മുഖ്യം. അപ്പൊ നമുക്ക് കണ്ണ് കെട്ടിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയ അമ്മയെ തന്നെ നമുക്ക് ഓംപ്ലേറ്റ് ആക്കാൻ വിളിക്കാം. ഓക്കെ. നല്ല ഷേപ്പുള്ള നമുക്ക് അങ്ങോട്ട് പോവാം. നടന്നോ? ഇത് 60 വയസ്സിലാണ്ട് നേരത്തെ കാലത്തെ ആയിന്. ഇങ്ങോട്ട് കൊടുത്തോ. ഓക്കെ. ഗ്യാസ് ഏതെടുപ്പില്ല? കൈ വെച്ച് ഇനി ഇതിനകത്തേക്ക് ഓക്കെ ഒന്ന് ചൂടാവില്ല. എന്റെ കുപ്പി ഗ്ലാസ് എടുപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പൊ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഒന്ന് ചൂടായതിനു ശേഷം ചൂടായി നമുക്ക് തോന്നിയാൽ അമ്മ അത് ഒഴിക്കുക. ഇതല്ലേ എന്റെ ചൂടാവുമ്പോ പറയൂ. കരണ്ടി കറണ്ട് ഇരിക്കുന്നുണ്ട് എന്റെ പക്കം. ഇതാ ചൂടാവുമ്പോ പറയൂ. ഇങ്ങനെയാണോ? ഓംപ്ലേറ്റ് അല്ല ഏത് ലെവലിലാവുന്ന തന്നെ പറയാൻ പറ്റൂല. എന്റെ മുട്ട കരിഞ്ഞു പോണ്ട പിന്നെ. ഇല്ല മുട്ട കഴിഞ്ഞാൽ ഒഴിച്ചോ ഒഴിച്ചോ. ഓക്കെ ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. അമ്മ ഇത് നോക്കണം കേട്ടോ. ഒഴിക്കോ ഒഴിക്കോ ഒഴിച്ചോ ഒഴിച്ചോ. ആഹാ ദോശക്കല്ലെന്നെ വീടുന്നില്ലതാന്ന് സൗണ്ട്. അറ്റത്താറ്റം പോയോ? ഇല്ല ഇല്ലല്ലോ. കഴിഞ്ഞ് ക്യാമറ എങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലേ? അതാ കാലിയായേ. ഓക്കെ ആവട്ടെ. നല്ല വട്ടത്ത് കിട്ടി കിട്ടീനാ? ഈ ദോശക്കല്ല് എവിടെ വെച്ച് കഴിഞ്ഞാൽ വട്ടത്തിൽ തന്നെ വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലല്ല ചങ്ങായിട്ട് മാറ്റി നിർത്തിക്കോ. പറഞ്ഞു കൊടുക്കല്ല. ഇല്ല ഇല്ല ഇനി പറയില്ല. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് കനവുണ്ട അല്ല അങ്ങോട്ട് പോയാ ഒരു പ്ലേറ്റ് തരുവാ. ഒരു പ്ലേറ്റ് കൊടുത്തേ. നീ എന്റെ അമ്മയും മുട്ട ദോശ കല്ലിൽ തന്നെ വീടല്ലേ? ആയിട്ടില്ല വേണ്ട, വയറുവേദന വരും. ഇതെന്താ? എനിക്കും അധികം വേവാത്ത മുട്ട ഇഷ്ടം. എനിക്കധികം വെന്തിട്ടുള്ള ഇഷ്ടമല്ല. ഇതെന്താടാ വരാത്തെ? കനമൊന്നും ഇല്ലടോ. മുട്ടയെന്ന് കരിഞ്ഞാലും മിക്കവാറും വരൂല കേട്ടാ. ആ കനമുണ്ട്. ആ കഴിഞ്ഞു എന്റെ മുട്ട. ഓക്കെ അപ്പൊ അമ്മയുടെ ടാസ്ക് അമ്മ കംപ്ലീറ്റ് ആയി. അമ്മ കഴിച്ച ശീവേ എല്ലാരും കൈ അടിച്ചോ. നോക്കട്ടെ എന്റെ മുട്ട ഏത് ഷേപ്പിലുള്ളത്. നല്ല ഷേപ്പിലല്ലോ. വരൂ എടുക്കൂ. അപ്പൊ ഗായ്സ് ഇനി അടുത്ത കിങ്ങിണിന്റെ കൈ തൊടരുതല്ലേ എന്നാ ഇതല്ലേ. അപ്പൊ ഒന്ന് ചൂടായി കിടക്കുന്നോണ്ട് കൈ തൊടാതിരിക്കുക, പൊള്ളിപ്പോ. ചൂടിലല്ലേ അല്ലേ അപ്പൊ ആയിട്ടുണ്ടാവും. ഇനി ആര് സൈലൻസ് ആണ്? കുറച്ചടുത്ത് മൈക്ക് പറഞ്ഞു കൊടുക്കല്ലേ ആരും. ഗ്ലാസ് ഒന്നും പൊട്ടിക്കരുത്. അത് നിങ്ങൾ ഉത്തരവാദിത്യം. അമ്മ അവിടെ നിന്ന് സപ്പോർട്ട് ഒന്നും വേണ്ട. അമ്മേനെ തട്ടിക്കളയും ഞങ്ങളിപ്പോ. ഞാനൊന്നും പറഞ്ഞില്ല. ആയിട്ടുണ്ടാവില്ലല്ലേ? വെയിറ്റ് പാട്ട് പാടുന്നാണേ. നിനക്ക് ആദ്യം വേവുന്ന ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ? അമ്മ വേവുന്നവരെ കാത്തു നിന്ന് എന്താ പറയാ, എന്നാലും അതിന്റെ ഷേപ്പില് കിട്ടും. തിന്നാ നിനക്ക് എന്തായാലും. ആ മടക്കി പോയി തോന്നല്ലേ? ആ മടങ്ങി ഇവിടെ കട്ടി കാണുന്നില്ല. അതന്നെ ഇനി എന്തായാലും വാങ്ങിച്ചോ. ഇത് ഷേപ്പിലാക്കിട്ട് ഞാൻ എടുത്തരാം. ആരെടുത്തരാം? ഞാൻ എടുത്തരാം. ഇവിടെയൊക്കെ എന്തെങ്കിലും മടങ്ങിയത്. ഓക്കെ കഴിഞ്ഞു. മുട്ട അപ്പൊ ഇതാണ് കിങ്ങിണിയുടെ മുട്ട. കണ്ണുറന്ന് കാണിച്ചോളെ. കുഴപ്പമില്ല. ഓ എനിക്ക് പറ്റി ഇത് തന്നെയാണ്. ഇനി തിന്നുമ്പോൾ ലാസ്റ്റ് എടുത്തു. വാ കമോൺ ഗൈസ് എന്നിട്ട് ചുമരെടുത്തോ. മുട്ട താഴെ പോകും തോന്നേ. ഓക്കെ
അയ്യോ ഇല്ല ഞാൻ കൈവച്ചതല്ല, ഞാൻ ചൂട് നോക്കിയത്. ചൂടുന്നുണ്ട് guys. അങ്ങനെയല്ല, ചൂട് നോക്കിട്ട് ഇതെവിടെയല്ല നോക്കിയത്. അടുക്കൊന്ന് നിന്നോളൂ. എന്റെ ദോശക്കല്ലിന്റെ പ്രത്യേകത അതാ. അപ്പൊ ഞാൻ ഒഴിച്ചത് സ്ഥാനം തെറ്റിട്ടാണ്. മണത്തോക്കട്ടെ, വെന്ത മണം വരുന്നുണ്ട്. അതെങ്ങനെ മൂക്കടക്കുമ്പോഴൊക്കെ കെട്ടിത്തന്ന്. വെന്തോന്ന് അറിയണ്ടേ? ശരാ പൊളിഞ്ഞ്. എന്താണിത്? ഏതോ കരിന്ന് മണം കേൾക്കുന്നില്ലടാ. അധികം ഓഫായാൽ ഓഫാക്കി ആ ചൂടിൽ വെന്താ മതി. എന്റെ പ്ലേറ്റിംഗ് തന്നെ. ഇത് പ്ലേറ്റാ? അസിസ്റ്റന്റ് ശരിയില്ല. ഈശ്വര, എന്റെ മുട്ടയെല്ലാം കേറിയോ നോക്കണം. ഇങ്ങനെ തന്നെ കാണിക്കണം. കഴിക്കില്ല. മുട്ട ഒന്ന് മടങ്ങിപ്പോയി. റൗണ്ട് ആ ദോശക്കല്ല് എങ്ങനെ വെച്ചാലും റൗണ്ടായിട്ട്. അത് നമ്മുടെ ദോശക്കല്ലിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മുടെ മുട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ലെവലിൽ നമ്മുടെ മുട്ട തിന്ന് തീർക്കാന്നുള്ളതാണ്. അതെങ്ങനെ കൈ ബാക്കിൽ കെട്ടിട്ട് കുഞ്ഞിട്ട് തിന്നുക. ആരാണോ ഫസ്റ്റ് നിന്ന് തീർക്കുന്നത് അവരാണ് വിജയി. 1 2 3 സ്റ്റാർട്ട്. മുളകൊണ്ട് എരിവ്. ഞാൻ തീർന്ന്. മൂക്കിലെല്ലാം കയറി പോന്ന്. ഞാൻ അപ്പനെ പറഞ്ഞില്ലേ, അമ്മ വിഴി കളയാ. എങ്ങനെയൊക്കെ ആവേശം കാണുന്നത്. പ്ലേറ്റ് വേണ്ടേ? പ്ലേറ്റ് വരെ വൃത്തിയായിട്ട് നിന്ന്. നമ്മള് പിന്നെ ഭയങ്കര നീറ്റാ തിന്നുന്ന കാര്യത്തില്. അപ്പൊ എന്റെ ഭക്ഷണം ക്ഷണം. അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് അമ്മയാണ്. അപ്പൊ നമ്മള് അപ്പൊ ക്യാഷ് പ്രൈസ് 1000 രൂപ അമ്മക്ക്. ഇനി ഒരു ചടങ്ങ് കൂടിയുണ്ട് ഗൈസ്. പിന്നെ അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അടി കെട്ടിനേനും തോറ്റപ്പോ ഏത് ഗെയിമേനും വെള്ളംകുടി. വെള്ളംകുടിയില് ഞാൻ തോറ്റിനേനും എനിക്ക് അടി കെട്ടിനേനും. ഇപ്പൊ എനിക്ക് അടിക്കാനായിട്ട് ഒരു അതിലൊരാള് കമന്റ് ചെയ്ത് അടുത്ത കളിക്ക് ചേച്ചിക്ക് അടി കൊടുക്കാം. ചേച്ചിക്ക് അടി കൊടുക്കാതെ ആ പ്രാർത്ഥന വേണ്ടി എനിക്ക് അടി കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു ഗൈസ്. വടിയെടുത്തന്നെ വടി ഇവിടെ ഉണ്ട്. വടിയെടുത്ത് വെച്ച് ഇങ്ങനെ മുതല 10 അടിയാണ്. 10 അടി. ഓക്കെ, ഇതാ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് ഞാനിതാ സഫലമാക്കിയിരിക്കുന്നു. അന്ന് മൂത്ത കറിയിലല്ലോ നല്ലോണം അടിച്ചേ. 3 4
5 6 7 8 9 അടിക്കാനോ 9 അമ്മനെ അടിക്കുമ്പോ ഉള്ള സ്നേഹം കൊണ്ടാണ് വിചാരിച്ചു. പക്ഷെ നമ്മക്ക് തഴാനാന്ന് അറിയില്ല. 2. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാം അവസാനിച്ചിരിക്കും ഗൈസ്. അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും വെറൈറ്റി ചലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ മാത്രം ചെയ്യാം. ബാക്ക് ഹാൻഡിങ് ചെയ്യൂല. പിന്നെ 2 സൈഡും മുടി പിന്നിട്ട് പുള്ളി ചെയ്യാന്നുള്ളത് മെസ്സേജ് ചെയ്തിന്. അത് നമ്മൾ ചെയ്യൂല. കാരണം അല്ലെ തന്നെ മുടി നല്ലോണം കൊഴിയുന്നുണ്ട്. ഇനി അതുകൂടെ ചെയ്തിട്ട് നമുക്ക് കൊഴിയാൻ പറ്റില്ല. അപ്പൊ ബാക്ക് ഹാൻഡിങ് ചെയ്യൂല. അത് നിങ്ങൾ കമന്റ് ചെയ്യണ്ട. വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.